ഏവർക്കും സ്നേഹവന്ദനം. ബൈബിളിലെ ആദമും ഖുറാനിലെ ആദമും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് നമ്മൾ തുടർന്നത്. അതിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഒന്നാമത്തെ നമ്മുടെ സെഷനിൽ നാം പഠിച്ചുള്ളൂ. പല ആളുകളും കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ജിജ്ഞാസയോടുകൂടി ഇരിക്കുകയും പലരും വിളിച്ചു പറയുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് ബോക്സിലൊക്കെ വളരെ കൃത്യമായിട്ട് ഇതിനെ അറിയാനുള്ള താല്പര്യത്തെക്കുറിച്ച് പങ്കുവെക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ രണ്ടാമത്തെ സെഷൻ നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ദൈവത്തിന് മനുഷ്യനുമായിട്ടുള്ള സഖിത്വം, ആ സഖിത്വത്തിൻ്റെ കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, യഹോവയാം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാകുന്നു. അതുകൊണ്ട് തന്നെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആധികാരികമായ ഒരു കൂട്ടായ്മ ബന്ധം എപ്പോഴും നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. വേറസ് ഇൻ ഖുറാൻ വി ആർ നോട്ട് സീയിങ് ദാറ്റ് കൈൻഡ്സ് ഓഫ് ഫെലോഷിപ്പ്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ ആ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഖുറാനികമായി ചിന്തിക്കാൻ പോകുന്നത്. ഇസ്ലാമികമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആദമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ളത് ഖുറാൻ്റെയും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ ഭൂമുഖത്തേക്ക് അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചിട്ട് ഖലീഫയായി അയച്ചു എന്നാണ് ഖുറാൻ പറയുന്നത്. ഖുറാൻ പറയുന്നത് ആദം ഒരു ഖലീഫയായിരുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഖലീഫയായിട്ട് ഭൂമിയിലേക്ക് വന്ന ആദ്യ മനുഷ്യനാകുന്നുവെന്ന്. ചില സോഴ്സസ് അനുസരിച്ച് ഖുറാനികമായി തന്നെ അവരുടെ ഐതിഹ്യമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ആധികാരികമായ ചില ഗ്രന്ഥങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ, ഇസ്ലാമിൻ്റെ ആധികാരിക ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് പല ആദന്മാരുണ്ടായിരുന്നു. 50,000 കൊല്ലം വരെയാണ് ഒരാദമോ അവൻ്റെ തലമുറയും താമസിച്ചിരുന്നത്. അത് കഴിയുമ്പോൾ അവരെ നശിപ്പിച്ചിട്ട് മറ്റ് ആദം തലമുറകളെ രൂപീകരിച്ചു എന്നൊക്കെയുള്ള ചില ടീച്ചിങ്സ് ഇസ്ലാമിൻ്റെ ചില സെക്ടേറിയൻസ് നടത്താറുണ്ട്. എന്നാൽ നമ്മുടെ കേരളത്തിൽ ആ തരത്തിലുള്ള പഠിപ്പീര് വളരെ അപൂർവമായിട്ടുള്ള ആളുകൾ മാത്രമേ നടത്താറുള്ളൂ. അതിനെക്കുറിച്ച് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഖുറാനിൽ 25 പ്രവാചകന്മാരെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ആദം എന്നുള്ളത്. നമുക്കറിയാവുന്ന പോലെ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ആദം ഹവ്വ എന്ന് പറയുന്ന ദമ്പതികൾ ആദ്യത്തെ ഖലീഫമാരാണ്. അതുകൊണ്ട് തന്നെ അവർ അയക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ അവരെ സൃഷ്ടിച്ചത് ഭൂമിയിലല്ല എന്ന് നമുക്ക് കാണാം. ഖുറാനികമായിട്ട് അവരെ സൃഷ്ടിച്ചത് ഭൂമിയിലായിരുന്നില്ല, സ്വർഗത്തിലായിരുന്നു എന്നാണ് ഖുറാനികമായിട്ട് ഹദീസിൻ്റെയും ഖുറാൻ്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് ഈ ഇസ്ലാമിക സോഴ്സിൽ അക്കോർഡിംഗ് ടു ഡിഫറെൻ്റ് നറേഷൻസ് ബൈ ഡിഫറെൻ്റ് ഇസ്ലാമിക് സ്കോളേഴ്സ് ആഡം ലീവ്ഡ് ഫോർ അബൌട്ട് 1000 years ആഫ്റ്റർ ക്രിയേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അഥവാ 1000 വർഷത്തോളം അബ്രഹാം ജീവിച്ചിരുന്നു എന്ന് പറയുന്നു. പ്രോഫറ്റ് ആഡം has been mentioned in the Quran in several ayats, among them verses from 30 to 38 of Surah Al-Baqarah. അതായത് രണ്ടാമത്തെ സൂറയായിരിക്കുന്ന പശു എന്ന് പറയുന്ന രണ്ടാമത്തെ സൂറയിൽ 30-നും 38-നും ഇടയ്ക്ക് ഒരുപാട് ആയത്തുകളിൽ നമുക്ക് ആദമിനെ കുറിച്ച് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൂറ അൽ അറാഫ്, അതായത് 7ാമത്തെ സൂറയിൽ അതിൻ്റെ 11 മുതൽ 25 വരെയുള്ള ആയത്തുകളിലും നമ്മൾ പല കാര്യങ്ങളും ആദമിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. മാത്രവുമല്ല, ദ ചിൽഡ്രൻ ഓഫ് ആഡം ആൻഡ് ഈവ് വെർ ബോൺ ട്വിൻസ്, ദാറ്റ് ഈസ് എവറി ബേബി ബോയ് വാസ് ബോൺ ടുഗദർ വിത്ത് എ ബേബി ഗേൾ എന്നാണ് ഇസ്ലാമിക പഠിപ്പീര്. എല്ലാ കുട്ടികളും, ആദമിനും ഹവ്വായും ഉണ്ടായ കുട്ടികൾ എല്ലാവരും തന്നെ ഇരട്ടകളായിരുന്നു, ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും എന്നാണ് ഖുറാനികമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിനകത്ത് വേറെ ചില സ്റ്റോറീസും കൂടെ ഉണ്ട്. അത് ഒന്ന് അറിയുന്നത് നന്നായിരിക്കും. സഹീഹായിരിക്കുന്ന ബുഖാരിയിലും മറ്റും പറഞ്ഞിരിക്കുന്ന ഇസ്ലാമിക പാരമ്പര്യമായിട്ട് പറയുന്നതായിട്ടുള്ള ചില സംഭവം, അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചത് സ്വർഗത്തിലാണ്. അപ്പോൾ ബാക്കിയുള്ള ഏഞ്ചൽസിനെ എല്ലാം അള്ളാഹു സൃഷ്ടിച്ചതിന് ശേഷം ആദമിനെ സൃഷ്ടിച്ചു. അതിനു മുമ്പ് തന്നെ ആദമിനെ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചുള്ള അറിയിപ്പ് ഏഞ്ചൽസിന് കൊടുത്തിട്ട് അവരോട് ആദമിനെ സൃഷ്ടിച്ചിട്ട് ആദമിൻ്റെ മുമ്പാകെ വന്ന് സുജൂദ് ചെയ്യാനായിട്ട് പറഞ്ഞു.
അപ്പോൾ തന്നെ ഒരു വൈരുദ്ധ്യമായിട്ട് തോന്നാൻ സാധിക്കുന്നുണ്ട്. കാരണം അള്ളാഹു മാത്രമാണ് സുജൂദ് അഥവാ ഇബാദത്തിന് യോഗ്യൻ എന്ന് പറയുകയും ഈ ആദമിനെ സുജൂദ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ തന്നെ ഒരു വൈരുദ്ധ്യം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞപ്പോൾ എല്ലാ ഏഞ്ചൽസും വന്ന് സുജൂദ് ചെയ്തു. ഇബ്ലീസ് ഒഴികെ, സൈത്താൻ ഒഴികെ ബാക്കി എല്ലാവരും വന്ന് സുജൂദ് ചെയ്തു, ഇബാദത്ത് ചെയ്തു, ആദമിനെ നമസ്കരിച്ചു. എന്നാൽ സൈത്താൻ പറഞ്ഞു, ഞാനാണ് സൃഷ്ടികളിൽ ശ്രേഷ്ഠൻ, അതുകൊണ്ട് ഞാൻ ആദമിനേക്കാൾ ശ്രേഷ്ഠനായതുകൊണ്ട് സുജൂദ് ചെയ്യൂല എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതായിട്ടാണ് ഖുറാനികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അള്ളാഹ് ടോൾഡ് ദ ഏഞ്ചൽസ് അബൌട്ട് ദ ക്രിയേഷൻ ഓഫ് ആഡം ആസ് ദ ഹ്യൂമൻ ആൻഡ് വുഡ് ബിക്കം അള്ളാഹ്സ് വൈസർജന്റ് അഥവാ സക്സസർ ഓർ ഡെപ്യൂട്ടി ഖലീഫ് ഇൻ ദ അറാബിക്. ഖലീഫ് എന്നാണ് അറാബിക്കിൽ പറയുന്നത്. ഹൂ സേവ് ടു പ്രോസ്പർ ദ എർത്ത്, അതായത് ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി ഭരണം നടത്താൻ വരുന്ന ഖലീഫയായിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സക്സസറായി ഇവിടെ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നതിനെക്കുറിച്ച് അള്ളാഹു തൻ്റെ ദൂതവൃന്ദത്തോട് മലക്കുകളോട് പറഞ്ഞിരിക്കുന്ന സന്ദർഭത്തെക്കുറിച്ചാണ് പറയുന്നത്. അള്ളാഹ് ഹാസ് മെൻഷൻ ദിസ് കോൺവെർസേഷൻ ഇൻ ദ ഖുറാൻ ലൈക്ക് ദിസ്: റിമെമ്പർ വെൻ യുവർ ലോർഡ് സെഡ് ടു ദ ഏഞ്ചൽസ്, ഐ ഹാവ് ടു പ്ലേസ് എ സക്സസീവ് അതോറിറ്റി അഥവാ ഖലീഫ ഓൺ ദ എർത്ത്. They said, will you please one there who would create a disorder and shed blood while we into your litanies and sanctify your name? ഞങ്ങൾ നിന്റെ നാമത്തെ കീർത്തിക്കാനായിട്ടും നിന്നെ പുകഴ്ത്താനായിട്ടൊക്കെ ഉള്ളവരാണെന്നാൽ ഞങ്ങൾ കൂടാതെ മറ്റാരെങ്കിലും ഭൂമിയിൽ നീ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അവർ രക്തം ചൊരിയുകയില്ലേ? അപ്പം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനുഷ്യനെ കണ്ടിട്ടില്ല, ഈ ഏഞ്ചൽസ് ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ അവരെ സൃഷ്ടിക്കുന്ന കാര്യം അള്ളാഹു പറഞ്ഞ ഉടനെ ഏഞ്ചൽസ് പറയുകയാണ്, അവർ ഭൂമിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, കലാപങ്ങൾ ഉണ്ടാക്കുകയും രക്തച്ചൊരിച്ചിൽ നടത്തുകയും ചെയ്യുമെന്ന് അള്ളാഹുവെ നിനക്കറിയുകയില്ലേ? നിന്റെ നാമത്തെ ഞങ്ങൾ വളരെയധികം പ്രകീർത്തിക്കുന്നുണ്ട്, പക്ഷേ നീ അതൊന്നും മനസ്സിലാക്കാതെ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിൽ കലാപമുണ്ടാക്കും എന്ന് പറയുന്നു. ആൻഡ് അല്ലാഹ് സെഡ്, ഇൻഡീഡ് ഐ നോ ദാറ്റ് വിച്ച് യു ഡു നോട്ട് നോ. നിങ്ങൾക്കറിയാത്തതൊക്കെ എനിക്കറിയാൻ കഴിയുമെന്ന് അള്ളാഹു വളരെ കൃത്യമായിട്ട് ആ മലക്കുകളോട് പറയുന്നതായിട്ടുള്ള സന്ദർഭം സൂറ അൽ-ബക്കറയിൽ അല്ലെങ്കിൽ സൂറ പശുവിൽ അതിൻ്റെ 30-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ദ സ്റ്റേറ്റ്മെൻറ്റ് ദി ഏഞ്ചൽസ് അറ്റേർഡ് വാസ് നോട്ട് എ ഫോം ഓഫ് ഡിസ്പ്യൂട്ടിംഗ് നൈദർ വിത്ത് അള്ളാഹ്സ് ഡിസിഷൻ നോർ ഔട്ട് ഓഫ് envy ഫോർ ദ ചിൽഡ്രൻ ഓഫ് ആഡം ഓർ as some mistakenly thought. അള്ളാഹു സൃഷ്ടിക്കാൻ പോകുന്നതായിട്ടുള്ള മനുഷ്യനെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ തീരുമാനം, ആ തീരുമാനം അതിനെ തടസ്സപ്പെടുത്താനൊന്നും ആയിരുന്നില്ല മലക്കുകൾ പറഞ്ഞെങ്കിലും അള്ളാഹുവിൻ്റെ ആലോചന എന്താണെന്ന് അറിയാനുള്ള താല്പര്യം അവർക്ക് ഉണ്ടായിരുന്നുകൊണ്ടാണ്. Allah has described angels as those who do not precede him in speaking, meaning that they do not ask Allah anything without his permission. അള്ളാഹുവിൻ്റെ അനുവാദം കൂടാതെ ഒന്നും തന്നെ നടക്കുകയില്ലെന്ന് ഏഞ്ചൽസിനെ അറിയിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. When Allah informed them that he was going to create a creation on the earth and they had knowledge, angels only concern was that this creation അഥവാ this human being would commit mischiefs on earth. അള്ളാഹു ഇങ്ങനെ സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നതിനെ കുറിച്ച് മലക്കുകൾ കേട്ടപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന മനുഷ്യൻ ഭൂമിയിൽ തീർച്ചയായിട്ടും കലാപം ഉണ്ടാക്കുമെന്നുള്ള വലിയ ഒരു പ്രശ്നമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇൻ ദീസ് വേർഡ്സ് അള്ളാഹ്സ് വേർഡ് ഇൻഡീഡ് ഐ നോ ദാറ്റ് വിച്ച് യു ഡു നോട്ട് നോ മീൻസ് ഐ നോ ദ ബെനിഫിറ്റ് ഓഫ് ക്രിയേറ്റിംഗ് ദിസ് ടൈപ്പ് ഓഫ് ക്രീച്ചേഴ്സ് ഔട്ട്വെയ്സ് ദ ഹാം ദാറ്റ് യു മെൻഷൻഡ്, ദാറ്റ് വിച്ച് യു ഹാവ് നോ നോളജ് ഓഫ്. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാൻ വേണ്ടിയിട്ട്, അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യജാതിയെ സൃഷ്ടിക്കാനായിട്ട് അള്ളാഹു കണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ കാര്യമായിരിക്കുന്നത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഐ വിൽ ക്രിയേറ്റ് എമംഗ് ദം പ്രോഫറ്റ്സ് സെൻഡ് എ മെസ്സഞ്ചേഴ്സ്. നോക്കിയേ, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവാചകന്മാരെ, ദൂതന്മാരെ അവരുടെ ഇടയിലേക്ക് അയക്കുമെന്നും കൂടെ പറയുന്നു. ഐ വിൽ ഓൾസോ ക്രിയേറ്റ് എമംഗ് ദം ട്രൂത്ത്ഫുൾ
martyrs, righteous believers, worshippers, the modest, the pious, the scholars who spread their knowledge to humble people, and those who love Allah and follow His messengers. ഇതൊക്കെ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഏഞ്ചൽസുമായിട്ട് നടത്തുന്ന ചില കാര്യങ്ങളാണ്. ഞാൻ സൃഷ്ടിക്കുന്ന മനുഷ്യരിൽ സത്യസന്ധരുണ്ടാകും, രക്തസാക്ഷികളുണ്ടാകും, നല്ല വിശ്വാസികളുണ്ടാകും, അതുപോലെ തന്നെ ആരാധിക്കുന്നവരുണ്ടാകും, അതുപോലെ ക്രമമായി ജീവിക്കുന്നവരുണ്ടാകും, ഏറ്റവും ഭക്തരായിട്ടുള്ള ആളുകളുണ്ടാകും, ജ്ഞാനികളായിട്ടുള്ള ആളുകൾ, ഭൂമിയിൽ താഴ്മയോടുകൂടെ അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ദൂതന്മാരെ കുറിച്ചുമൊക്കെ അറിവുള്ളവരെയൊക്കെയാണ് സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് അള്ളാഹു അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അള്ളാഹു ആദമിനെ സൃഷ്ടിക്കുമ്പോൾ ഏഞ്ചൽസുമായിട്ടൊരു ഡിസ്കഷൻസ് നടത്തുന്നതിനെക്കുറിച്ച് ഖുറാനികമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രോഫറ്റ് ആഡം വാസ് ക്രിയേറ്റഡ് ഡയറക്ട്ലി ഫ്രം ദ ഹാൻഡ്സ് ഓഫ് അള്ളാഹ് from clay, and his soul was immediately blown by the Almighty Himself. In addition, the prophet Adam was also equipped with intellect that makes him able to learn, observe and understand things. The same is evident from the following verses of the Quran. അതായത് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുമ്പോൾ, ആദത്തെ സൃഷ്ടിക്കുമ്പോൾ അവൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം പെട്ടെന്ന് ഊതുകയും അവൻ ജീവനുള്ളവനായി തീരുകയും ചെയ്യുമെന്നുള്ളതൊക്കെ അള്ളാഹുവിന് അറിയാമായിരുന്നു. അവനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുകയും മാത്രമല്ല അവൻ ഭൂമിയിലെ പല കാര്യങ്ങൾ പഠിക്കുകയും അതേപോലെ അതൊക്കെ ശരിയായി നിരീക്ഷിക്കുകയും ആ കാര്യങ്ങളിലൊക്കെ അവന് ബോധമുള്ളവനായി തീരുകയും ചെയ്യും എന്നുള്ളത് അള്ളാഹു പറഞ്ഞിട്ടുള്ള ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഖുറാനികമായിട്ടുള്ള ചിന്ത. നമുക്ക് സൂറ അൽ ബഖറ അതിൻ്റെ 31-ാമത്തെ ആയത്തിലേക്ക് നോക്കുമ്പോൾ, then Allah gave Adam knowledge of the nature and the reality of all things and everything, and set them before the angels and said, inform me of the names of these if you are truthful. അതായത് അള്ളാഹു സൃഷ്ടിച്ച എല്ലാ വസ്തുവകളെയും ഈ മലക്കുകളുടെ മുമ്പിൽ വെച്ചിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് അറിവുള്ളവരാണെങ്കിൽ, നീ സത്യസന്ധരാണെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒന്ന് പേര് പറയാൻ പറഞ്ഞു. അതൊക്കെ ഈ യുക്തിവാദികളായി തീർന്ന അല്ലെങ്കിൽ എക്സ് മുസ്ലിംസ് ആയിരിക്കുന്ന നമ്മുടെ E.A. ജബ്ബാർ മാഷും അതുപോലെ ലിയാഖത്ത് അലിയും അതുപോലെ ഷാരോൺ സാഫിയും ഒക്കെ എടുത്തിട്ട്, അതേപോലെ നമ്മുടെ ഡോക്ടർ ആരിഫ് ഹുസൈനും ഒക്കെ ഇട്ട് അലക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് ആര് വായിച്ചാലും അവർക്കൊക്കെ ഇങ്ങനെയുള്ള വസ്തുതകളെ വെച്ച് അലക്കാനായിട്ട് സാധിക്കും. അത് വളരെ അലക്കപ്പെടേണ്ടുന്ന കാര്യമായിട്ടാണ് അവർ പറയാറുള്ളത്. ഇതിനകത്ത് ഉള്ളൊരു വിരോധാഭാസമായ കാര്യം എന്താണ്? മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല, ഈ ഭൂമിയെയും ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചു, മലക്കുകളെ ഇവയൊന്നും തന്നെ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ അള്ളാഹു അവരെ ചലഞ്ച് ചെയ്യുകയാണ്. എന്താണ് ചലഞ്ച് ചെയ്യുന്നത്? ഇൻഫോം മീ ഓഫ് ദ നെയിംസ് ഓഫ് ദീസ് ഇഫ് യു ആർ ട്രൂത്ത്ഫുൾ. ഇതിനെക്കുറിച്ച് ഇവയുടെ പേരുകൾ നിങ്ങൾ സത്യസന്ധരാണ് എന്നോട് പറ എന്ന് പറയുന്നു. ഒരിക്കലെങ്കിലും അവയുടെ പേര് പറഞ്ഞു കൊടുത്തിട്ടാണ് അവയുടെ പേര് പറയാൻ അള്ളാഹു ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരത് പറയുമായിരുന്നു. അല്ലെങ്കിൽ അവരത് കൃത്യമായി പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അള്ളാഹുവിന് പറയാമായിരുന്നു, ഹമുക്കുകളെ നിങ്ങളെ പഠിപ്പിച്ചിട്ട് എന്ത് നിങ്ങളത് പഠിക്കാത്ത എന്ന് വേണമെങ്കിൽ ചോദിക്കായിരുന്നു. ഇപ്പോൾ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരായത്തായിട്ടാണ് നമുക്കിത് തോന്നുന്നു. ആൻഡ് the angels said, glory to you Allah, we have no knowledge except what you have taught us. Indeed, it is you who is the all-knowing, the all-wise എന്നാണ് സൂറ അൽ ബഖറ 2:32 നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് അള്ളാഹുവേ, നീയാണ് എല്ലാം അറിയുന്ന സർവജ്ഞാനിയായിട്ടുള്ളവൻ, നീ പഠിപ്പിക്കാത്ത ഒന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളത് ഈ ആയത്തിൽ കൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. പക്ഷേ അള്ളാഹു അവരെ വെല്ലുവിളിക്കുകയാണ്. എന്തിനാണ്? അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടികളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിവുള്ളവരാണെങ്കിൽ ഇതിൻ്റെയൊക്കെ പേര് പറയട ചങ്ങായിമാരെ എന്ന് അള്ളാഹു പറയുമ്പോൾ ഈ മലക്കുകൾ വളരെ ശാന്തരായിട്ട് വിനയാന്വിതരായിട്ട് പറയുകയാണ്, നീ ഞങ്ങളെ പഠിപ്പിക്കുന്ന അല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയുകയില്ല, നീയാണ് ബുദ്ധിമാൻ എന്ന് പറയുകയാണ്. ഇപ്പോൾ നമ്മൾ
അള്ളാഹു ഇങ്ങനെ ചോദിച്ചാലും ചോദിച്ചിട്ടില്ലെങ്കിലും ഏതൊരു മനുഷ്യർക്കും അതറിയാം അള്ളാഹുവിന്. അല്ലെങ്കിൽ അള്ളാഹുവിന് ഖുറാനികമായി പറയുന്ന അള്ളാഹു അതിനകത്തെ ദൈവമായിട്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും അവര് പറയും അങ്ങേക്കെല്ലാം അറിയാമല്ലോ എന്ന്. Then Allah said, "O Adam, inform them of their names." എന്നിട്ട് ആദമിനോട് പറയുകയാണ് ഓൽക്ക് പേരെല്ലാം പറഞ്ഞു കൊടുക്ക്. And when he had informed them of their names, Allah said, "Did I not tell you that I know the unknown of the heavens and the earth, and I know what you reveal and what you have concealed?" സൂറ അൽ ബഖറ 2:33 നമ്മളെ വായിക്കുകയാണ്. അള്ളാഹു പറയുകയാണ്, ഓ ആദം, ഇൻഫോം ദം ഓഫ് ദെയർ നെയിംസ്. ഇതിൻ്റെ എല്ലാം പേര് പറയാൻ പറഞ്ഞു. ആൻഡ് വെൻ ഹി ഹാഡ് ഇൻഫോം ദം ഓഫ് ദെയർ നെയിംസ്, ആ പേരുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അല്ലാഹ് പറയുകയാണ്, ഡിഡ് ഐ നോട്ട് ടെൽ യു ദാറ്റ് ഐ നോ ദ അൺനോൺ ഓഫ് ദ ഹെവൻസ് ആൻഡ് എർത്ത്. ഈ ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും എല്ലാം നിങ്ങൾക്കറിയാത്തൊക്കെ എനിക്കറിയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലയോ? സൃഷ്ടിച്ച സൃഷ്ടികർത്താവിന് അറിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടാകുമോ? അത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ് ഒരു ആയത്ത് അതിനു വേണ്ടി ഇറക്കേണ്ടത് ആവശ്യമുണ്ടോ എന്നാണ് ഈ ബുദ്ധി കൂടുക എന്നും പറഞ്ഞിട്ട് കുറെ യുക്തിവാദികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതുപോലെ കാര്യം നമുക്ക് ഇടുക, നമ്മൾ ദൈവവിശ്വാസികളാണല്ലോ, അപ്പം നമുക്ക് നമ്മുടെ കാര്യം പറയാം. അപ്പോൾ അള്ളാഹ് സ്റ്റേറ്റഡ് ദ വെർച്യൂ ഓഫ് ആഡം എബോവ് ദ ഏഞ്ചൽസ് ബിക്കോസ് ഹി ടോട്ട് ആഡം റാദർ ദാൻ ദം ദ നെയിംസ് ഓർ നോളജ് ഓഫ് എവറിത്തിങ് ദാറ്റ് ഈസ് ദ നെയിംസ് ഓഫ് ദ പീപ്പിൾ യൂസ് സച്ച് as human, animal, sky, earth, land, sea, including the names of the other species. ഈ ലോകത്തിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള മൃഗങ്ങളുടെയും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടങ്ങളുടെയും നദികളുടെയും അല്ലെങ്കിൽ സമുദ്രങ്ങളുടെയും മനുഷ്യജാതിയുടെയും എല്ലാത്തിൻ്റെയും പേരുകളൊക്കെ ആർക്കറിയാം? അള്ളാഹുവിനറിയാം. അപ്പോൾ ഒരു കാര്യം ഇതിനകത്ത്, ഈ ആദമിനെ കൂടാതെ വേറെ ഹ്യൂമൻ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യമൊക്കെ ഇതിൽ നിന്ന് ഈ ചങ്ങാതിമാർ ലിയാക്കത്തിനെ പോലുള്ളവരും ഈ ജബാർ മാഷെ പോലുള്ളവരൊക്കെ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കുമ്പോഴാണ്. മാത്രമല്ല ഇതിനകത്ത് എന്താണ് ഇപ്പോൾ ഇത്ര വലിയ അത്ഭുതകരമായിട്ടുള്ളത്? ഇപ്പം എൻ്റെ സ്നേഹിതനായിരിക്കുന്ന ജനാബ് എം അക്ബർ സാഹിബ് പലപ്പോഴും പറയാറുണ്ട്, ഖുർആൻ തന്നെ ഒരു അത്ഭുതമാണ്. ഓരോ ആയത്തും അത്ഭുതകരമാണ്. ഖുർആനാണല്ലോ, ഓരോ ആയത്തും ഖുർആനാണ്. അപ്പോൾ ഇതിനകത്ത് എന്താ ഇത്ര വലിയ അത്ഭുതം നിങ്ങൾ കാണുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഞാനിത് വായിച്ചിട്ട് എനിക്കൊരു അത്ഭുതവും മനസ്സിലായില്ല. ഈ ആകാശഭൂമണ്ഡലത്തിലുള്ള സകലത്തെയും അറിയാവുന്നവനാണ് ഇതിൻ്റെ സൃഷ്ടികർത്താവെന്ന് പ്രത്യേകിച്ചൊരായത്ത് പറയാതെ തന്നെ ഈവൻ ഈ നിരീശ്വരവാദികൾ എന്ന് പറയുന്ന ചങ്ങാതിമാർക്കും എപ്പോഴെങ്കിലും ഒരു സൃഷ്ടികർത്താവിനെ കുറിച്ച് അവർ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സൃഷ്ടികർത്താവിന് ഇതൊക്കെ നിശ്ചയം ഉണ്ടാകേണ്ടതാണല്ലോ എന്ന് അവർ ചിന്തിക്കൂലേ എന്നാണ് ഞാനും ചിന്തിക്കുന്നത്. അപ്പം ഈ സംഭാഷണം ഉണ്ടല്ലോ, ഈ ഭൂമുഖത്തുള്ള എല്ലാത്തിൻ്റെയും പേരുകളും മറ്റുമൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇത് എപ്പോഴാണ് സംഭവിച്ചതെന്നറിയാമോ? ദിസ് ഒക്കേഡ് ആഫ്റ്റർ ഏഞ്ചൽസ് പോസ്ട്രേറ്റഡ് ടു ആഡം. ആദമിനെ കുമ്പിട്ട് നമസ്കരിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതെന്ന് ഓർത്തോണം. അപ്പം ഇത് ഈ ആദമിനെ ഇവരെല്ലാം വണങ്ങി, ആര്? ദൂതവൃന്ദങ്ങൾ അല്ലെങ്കിൽ മലക്കുകളെല്ലാം വണങ്ങി നമസ്കരിച്ചു. ദിസ് ഡിസ്കഷൻ പ്രൊസീഡ്സ് ഓൺലി ടു ഷോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ആഡംസ് പൊസിഷൻ. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആദമിനെ ഇവരെ കൊണ്ട് കുമ്പിടിച്ചത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ വരുന്നത്. ദ ആബ്സെൻസ് ഓഫ് ദ ഏഞ്ചൽസ് നോളജ് അബൌട്ട് ക്രിയേറ്റിംഗ് ദ കാലിഫ് വെൻ ദേ ആസ്ക്ഡ് അബൌട്ട് ഇറ്റ്. അതായത് ഇങ്ങനെ ഒരു ഖലീഫയെ, ആദം എന്ന് പറയുന്ന ഖലീഫയെ സൃഷ്ടിച്ച് ഭൂമുഖത്ത് ആക്കേണ്ടുന്നതിന്റെ അറിവ് അള്ളാഹുവിനുണ്ട്. മാത്രമല്ല ഇതൊരു വലിയ പൊസിഷനാണ്. ആദമിന്റെ പൊസിഷൻ എന്ന് പറയുന്ന വലിയൊരു പൊസിഷനാണ് എന്നുള്ളത് കൊണ്ടും കൂടെയൊക്കെയാണ് ഈ കാര്യങ്ങൾ, ഈ സംഭാഷണങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായോ? ദിസ് ഷോസ് ദ ആഡം സുപ്പീരിയോറിറ്റി ഓവർ ഏഞ്ചൽസ് ഇൻ നോളജ്. ആദമിനെ കുറിച്ച് ഈ മലക്കുകൾക്ക് അറിയുന്നതിനേക്കാളും വലിയ കാര്യങ്ങൾ ഈ ആദമിന് അറിയാം എന്നുള്ള അദ്ദേഹത്തിന്റെ സുപ്പീരിയോറിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വിവരിച്ച് പറയുന്നതായിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നത്. മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് കേട്ടോ. വലിയ ഒരു രസമുണ്ട്. എന്താണെന്നറിയാമോ? അപ്പോൺ ഹിസ് ക്രിയേഷൻ ആഡം വാസ് വെരി ടോൾ. ഈ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ആദം എന്ന് പറയുന്ന, ആദാം എന്ന് പറയുന്നത്, ആദം നബി എന്ന് പറയുന്നത്
അത്ര ചെറുതൊന്നും ആയിരുന്നില്ല. അതിമ്മണി വലിയ ആളായിരുന്നു, ഭയങ്കരമായിട്ടുള്ള ആളായിരുന്നു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അബൂ ഹുറൈറ പറയുകയാണ്, നറേറ്റഡ് ബൈ അബൂ ഹുറൈറ, ദ പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം said, Allah created Adam making him 60 cubits tall. Al-Bukhari 3326 ഹദീസ് നമ്പർ. അൽ-ബുഖാരിയിൽ പറയുകയാണ്, എന്താണ്, അല്ലാഹു ആദമിനെ സൃഷ്ടിച്ചപ്പോൾ ആദമിന് 60 മുഴം ഉയരമുണ്ടായിരുന്നു. 60 മുഴം, 6 60 മുഴം. ആദമിനെ സൃഷ്ടിക്കുന്ന സമയത്ത് അല്ലാഹു 60 മുഴം എന്ന് പറഞ്ഞാൽ, ഒരു മുഴം എന്ന് പറയൂലേ നമ്മള്, ഒരു മുഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് 1.5 അടിയാണ്. 1.5 അടി. അപ്പൊ 60 × 1.5 = 90 അടി. 90 അടി ഉയരം ഉണ്ടായിരുന്നു. വേറൊരു വാക്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഒരു നില വീട് 10 അടിയാണെന്ന് വിചാരിക്കുക. 10 അടി നിലയുള്ള ഒരു വീടാണെങ്കിൽ അങ്ങനത്തെ 9 നില വീടിന്റെ ഉയരം ഉണ്ടായിരുന്നു. ആർക്ക്? അള്ളാഹു സൃഷ്ടിച്ചതായിട്ടുള്ള ആദമിന്. അതുകൊണ്ടാണ് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഇതുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ പഠനത്തിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്, ആ ആദം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആദവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന്. മാത്രവുമല്ല, അള്ളാഹു അല്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആദത്തെ സൃഷ്ടിച്ചത്. കാരണം ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ചരിത്രവും ബൈബിളിലില്ല. അവിടെ മനുഷ്യനെ ദൈവം ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. വീണ്ടും 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമുക്ക് അതേ വാക്യം തന്നെ കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അപ്പം ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന ആദം ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന അള്ളാഹുവിനാൽ സൃഷ്ടിക്കപ്പെട്ട ആദം അല്ല. ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന അള്ളാഹു അല്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആദമിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പല മുസ്ലിം സഹോദരങ്ങളും വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് അവര് വളരെ ശക്തമായിട്ട് പറഞ്ഞു. അവർ പറഞ്ഞത്, ഈ അള്ളാഹുവും യഹോവയും ഒന്ന് തന്നെയാണ് അച്ഛാ എന്ന് വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനപൂർവ്വം തന്നെ പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് അല്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അങ്ങനെ എഴുതിയത്. ഞാൻ 2-3 വാക്യങ്ങൾ അങ്ങനെ അല്ല എന്നുള്ളതിന്, അള്ളാഹുവും യഹോവയും ഒന്നല്ല എന്നുള്ളതിന് ആ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് തന്നെ പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഞാൻ അതിൻ്റെ മൂലപദത്തിൽ നിന്ന്, അഥവാ ഹീബ്രു വാക്കിൽ നിന്ന് ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ മുസ്ലിം സഹോദരങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരികയാണ്. ആ 2-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം ആദമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചിട്ട് അവരെ എവിടെയാക്കി എന്നുള്ളത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇപ്പം ഇത്രയും നേരം നമ്മൾ ചിന്തിച്ചത്, പഠിച്ചത്, അള്ളാഹു ആദമിനെയും ഹവ്വായെയും സൃഷ്ടിച്ച് എവിടെയാക്കിയെന്ന, സ്വർഗത്തിൽ സൃഷ്ടിച്ചു ആക്കിയെന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. സ്വർഗത്തിൽ സൃഷ്ടിച്ചു. അതിനെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പിന്നീട് ചോദിക്കേണ്ടിയിരിക്കുന്നു. അതിലേക്ക് വരുന്നതിന് മുമ്പ് ആദമിൻ്റെ ഹൈറ്റ് എത്രയായിരുന്നു, ടോൾ എത്രയായിരുന്നു എന്നാണ് പറഞ്ഞത്, 90 അടി ഉണ്ടായിരുന്നു എന്നുള്ള. അപ്പം നിങ്ങൾ ഒന്ന് ഊഹിക്കണം ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ആദം നബി, ഖലീഫ എന്നോ എന്ത് വേണമെങ്കിലും, ആദ്യത്തെ ഖലീഫയാണല്ലോ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടത്. അപ്പോൾ ആദം നബി, അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് 90 അടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ അവയവങ്ങളും നിങ്ങളൊന്ന് മനസ്സിൽ ധ്യാനിക്കണം, ഒന്ന് ചിന്തിക്കണം. എൻ്റെ മുസ്ലിം സഹോദരങ്ങളൊന്ന് ചിന്തിക്കുക. അദ്ദേഹത്തിൻ്റെ, ഞാൻ പറയുന്ന ഭാഗങ്ങൾ മാത്രം ഒന്ന് ചിന്തിക്കുക. അദ്ദേഹത്തിൻ്റെ തലയുടെ വലിപ്പം, 90 അടി ഉയരമുള്ളൊരു മനുഷ്യൻ്റെ തലയുടെ വലിപ്പം. ഇനി അദ്ദേഹത്തിൻ്റെ കണ്ണ്, അദ്ദേഹത്തിൻ്റെ മൂക്ക്, അദ്ദേഹത്തിൻ്റെ കൈകൾ, അദ്ദേഹത്തിൻ്റെ വയറിൻ്റെ താഴെ ഭാഗത്തുള്ള ആ കാര്യം, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കാലുകൾ, പുക്കിൾ കഴിഞ്ഞിട്ട് താഴെ വശം, ആ കാലുകളുടെ വലിപ്പം, കാലുകൾക്കിടയിലുള്ള അവയവത്തിൻ്റെ വലിപ്പം, വിരലുകളുടെ വലിപ്പം, ഇതെല്ലാം കൂടെ നിങ്ങളൊന്ന് ഊഹിച്ചിട്ട് എങ്ങനെ ഇരിക്കും 90 അടി വലിപ്പമുള്ള ഒരു മനുഷ്യൻ എന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ? ഞാൻ പറയുന്ന അല്ലല്ലോ ഇത് നമ്മുടെ അൽ-ബുഖാരിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അബൂ ഹുറൈറ റിവായത്തിൽ നിന്നാണ്. അത് വളരെ കൃത്യമായിട്ട് അൽ-ബുഖാരി 3326 പറഞ്ഞിരിക്കുന്നതാണ്. അള്ളാഹു ആദമിനെ സൃഷ്ടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 60 കുബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 അടി വലിപ്പമുണ്ടായിരുന്നു. അപ്പോൾ അത്രയും വലിപ്പമുള്ള ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക്
വന്നിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? അത് ഒരു റിവായത്ത് മാത്രമൊന്നല്ല, വേറെയും പലതുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഹദീസുകളിൽ പ്രോഫറ്റ് ആഡം വാസ് 60 സിറാസ് about 40 meters tall when he was created by Allah എന്നും രേഖപ്പെടുത്തിയതായിട്ട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേറെ ചില ഇൻ്റർപ്രിട്ടേഷൻസൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നേക്കും. അപ്പോൾ ഇത് സൃഷ്ടിക്കപ്പെട്ടത്, ഈ മനുഷ്യനെ സൃഷ്ടിച്ച് ആക്കിയിരുന്നത് ഭൂമിയിലായിരുന്നില്ല എന്ന് നമ്മൾ കണ്ടു. എന്നാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആദം ഹവ്വ ദമ്പതികളെ സൃഷ്ടിച്ച് അവരെ കൃത്യമായ ഒരു സ്ഥലത്താക്കിയിരുന്നു. അതാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. 2-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം പോലാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ആൻഡ് ദ ലോർഡ് ഗോഡ് മെയ്ഡ് എ ഗാർഡൻ ഇൻ ദ ഈസ്റ്റ് ഇൻ ഈഡൻ ആൻഡ് there he put the man whom he had made. ആദം എന്ന് പറയുന്ന ആദ്യ മനുഷ്യനെ യഹോവയായ ദൈവം, ലോർഡ് ഗോഡ്, യാഹ്വേ എലോഹിം created a garden in the east. He made a garden in the east and there he put the man whom he had made എന്നാണ് വളരെ കൃത്യമായിട്ട് പറയുന്നത്. ആൻഡ് ഔട്ട് ഓഫ് ദി earth the Lord made every tree to come, delighting the eyes and good for food, and the middle of the garden the tree of life and the tree of the knowledge of good and evil. ആ തോട്ടത്തിൻ്റെ, ഏദൻ തോട്ടത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് ദൈവം നന്മ തിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലങ്ങളെയും ഉണ്ടാക്കി. അവിടെ ധാരാളം ചെടികൾ മാത്രമല്ല വൃക്ഷങ്ങളും ഫലങ്ങളും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണുന്നു. ആൻഡ് റിവർ വെന്റ് ഔട്ട് ഓഫ് ഈഡൻ ഗിവിംഗ് വാട്ടർ ടു ദ ഗാർഡൻ ആൻഡ് ഫ്രം there it was parted and became 4 streams. ആ തോട്ടത്തെ നനയ്ക്കുവാൻ തക്കവണ്ണം ഒരു നദി ഉത്ഭവിക്കുകയും ആ നദി 4 ശാഖകളായിട്ട് പിരിയുകയും ചെയ്തു. അവയുടെ പേരെല്ലാം വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ നദിക്ക് പീഷോൻ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. 2-ാമത്തെ നദിക്ക് ഗിഹോൻ എന്ന പേര് കൊടുത്തിട്ടുണ്ട്. 3-ാമത്തെ നദി ടൈഗറീസ് എന്ന് പറഞ്ഞിരിക്കുന്നു. 4-ാമത്തേത് യൂഫ്രട്ടീസ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം ഇങ്ങനെ ഭൂമിശാസ്ത്രപരമായി ജോഗ്രഫിക്കലി ദർ ഈസ് എ പ്ലേസ് കോൾഡ് ഈഡൻ. ഏദൻ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വലിയ തോട്ടത്തെ ദൈവം ഉണ്ടാക്കി. അത് ഈ ഭൂമിയിലാണെന്നും ആ ഭൂമിക്ക് ആ തോട്ടത്തിന് മധ്യഭാഗത്തായിട്ട് വൃക്ഷങ്ങൾ, എല്ലാ തോട്ടത്തിൽ മുഴുവൻ വൃക്ഷങ്ങളും നന്മ തിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലമുണ്ടായിരുന്നെന്നും അവിടെ ഈ നദികൾ വന്നിരുന്നു എന്നും അല്ലെങ്കിൽ നദി അതിലെ ഒഴുകിയിരുന്നെന്നും ഒക്കെ കൃത്യമായിട്ട് പറയുമ്പോൾ അതിനൊരു സീക്വൻസോടുകൂടെ പറയുന്ന സമയത്ത് വളരെ കൃത്യതയുണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും. വേറസ് when you are saying that Allah created Adam with a height of 90 feet and put him there in the heaven, it is all sort of stories. Is a mythological stories which we cannot comprehend at all. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഐതിഹ്യ കഥകളായിട്ടാണ് ഖുറാൻ്റെ ഹദീസുകളിൽ ഇത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ ദൈവവുമായിട്ടുള്ള സഖിത്വത്തെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ബൈബിൾ വിശ്വസിക്കണമോ? ഇതുപോലെ 90 അടി ഉയരത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ അള്ളാഹു ആണ് സൃഷ്ടിച്ചതെന്നുള്ള ആ കഥ നിങ്ങൾക്ക് വിശ്വസിക്കണമോ? നിങ്ങൾ തീരുമാനിക്കുക. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ശ്രദ്ധിക്കാം. ദൈവം നമ്മളെ അതിനായിട്ട് ഇടയാക്കട്ടെ. നിങ്ങളുടെ കമൻസ് എഴുതുക. അത് മാന്യമായ രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. നിങ്ങൾ മാന്യമായ രീതിയിൽ തന്നെ കമൻസ് എഴുതുന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങൾ അത് എഴുതണം, ഇത് കേൾക്കണം, മറ്റുള്ളവർക്ക് നിങ്ങൾ ഇത് പങ്കിട്ട് കൊടുക്കണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവുണ്ടായി സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.